എല്ലാവർക്കും ജോക്കിച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പച്ചരിയും തക്കാളിയും കൊണ്ടുള്ള ഒരു അടിപൊളി വിഭവമാണ്. നിങ്ങൾക്ക് അങ്ങനെ അറിയാത്ത വിഭവമൊന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമായിട്ടുള്ള ഒരു വിഭവം തന്നെയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് മടിയുള്ള ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചോറാണ് ഞാൻ തയ്യാറാക്കുന്നത്. ടൊമാറ്റോ റൈസാണ്. അപ്പോൾ ഒരു പാനിലേക്ക് ഞാനിവിടെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഇതിലേക്ക് ഞാൻ 2 ഏലയ്ക്ക്, 3 ഗ്രാമ്പും കറുവപ്പട്ടയും കുറച്ച് പെരിഞ്ചീരകവും കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂണോളം കടലപ്പരിപ്പാണ്. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. 1 സ്പൂണോളം അതുപോലെ ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ചെറുതായിട്ടൊന്ന് കളർ മാറിയതിന് ശേഷം നമ്മളിതിലേക്ക് 1 സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തും കൂടെ കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 പച്ചമുളകാണ്. അപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ മുളക് പൊടിയും നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ചേർക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ 1 മീഡിയം സൈസ് സവോളയാണ് ഇതുപോലെ അരിഞ്ഞത് ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ട് കളർ മാറുമ്പോഴാണ് നമ്മളിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സവോള പെട്ടെന്നൊന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ സവോളയുടെയൊക്കെ കുറച്ചൊക്കെ ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 മീഡിയം സൈസ് തക്കാളിയാണ് ഇതുപോലെ ഒന്ന് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വലുതാക്കി എറിഞ്ഞാലും ചെറുതാക്കി എറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഇത് നന്നായിട്ട് വെന്ത് ഉടയും. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് മൂടി വെച്ചൊന്ന് വേവിക്കുകയാണ്. ഇപ്പോൾ ഇതൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒന്ന് മൂടി തുറന്ന് നോക്കിയിട്ട് ഇത് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിലും ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടായിരുന്നു തക്കാളി ഒന്ന് വേവിച്ചെടുത്തത്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് നന്നായിട്ട് വറ്റണം. അതിനുശേഷമാണ് നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. അതുവരെയാണ് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റൈസ് റെസിപ്പിയാണിത്. അപ്പോൾ ഇതിന് വേറെ കറികളൊന്നും വേണമെന്നില്ല. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. പിന്നെ ഒത്തിരി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചോറ് ഇവിടെ ഉപ്പിട്ടിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് നന്നായിട്ട് ബാലൻസ്ഡ് ആവാൻ വേണ്ടിയിട്ടാണ്. ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത് നോക്കിയിട്ട് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ലാസ്റ്റായിട്ട് ചേർക്കുന്നത് കുറച്ച് മല്ലിയിലയും കൂടെയാണ്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോഴത്തേനും നമ്മുടെ ഈ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കുന്നത് സാലഡ് ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇത് തന്നെ വേണമെങ്കിലും കഴിക്കാം. അല്ലെങ്കിൽ ലേസും കൂടെ വെച്ച് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഞാൻ പച്ചരിയാണ് ഒന്ന് വേവിച്ചെടുത്തിരിക്കുന്നത്. ഉപ്പിട്ട് വേവിച്ചതാണ്. അപ്പോൾ അധികം വെന്ത് പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ചോറ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് തീ ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മളെപ്പോഴും ചോറ് ഞാൻ പറഞ്ഞല്ലോ വേവ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ചൂടോടുകൂടി ചോറ് ഇട്ട് ഇളക്കരുത്. അപ്പോൾ ചൂടോടുകൂടി ചോറിട്ട് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോറങ്ങ് അളിഞ്ഞു പോകും. അപ്പോൾ അത് ചൂടാറിയതിന് ശേഷമാണ് നമ്മളൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് നിലക്കടലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. ഇതിൻ്റെ ഇടയിൽ നിലക്കടലയും കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ റൈസ് ഇവിടെ തയ്യാറാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.